പലരും തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് വന്നാലും ഇൻ്റർനെറ്റ് വളരെയധികം അത്യാവശ്യമാണ്. കാരണം വർക്ക് അറ്റ് ഹോം ആണ്, മാത്രമല്ല ക്ലാസ്സുകളാണെങ്കിൽ തന്നെ എല്ലാം ഇപ്പോൾ ഓൺലൈനിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്നില്ലെങ്കിൽ 100 MB അല്ലെങ്കിൽ 200 MB അല്ലെങ്കിൽ 1 GB ചിലപ്പോൾ അതിലും മുകളിൽ കിട്ടുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന റൗട്ടർ ആണെങ്കിൽ തന്നെ വൈഫൈ റൗട്ടറുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം വയർലെസ് ആയിട്ട് തന്നെ പല ഡിവൈസുകളിലും ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നതുകൊണ്ട് തന്നെ. പക്ഷേ പലർക്കും തന്നെ ഉള്ളൊരു പരാതിയാണ് അവരുടെ പ്ലാനിനനുസരിച്ചുള്ള ഇന്റർനെറ്റ് സ്പീഡ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ റൗട്ടറുകൾ. നിങ്ങളിപ്പോൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിനനുസരിച്ചുള്ള ഇന്റർനെറ്റ് സ്പീഡ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലാൻഡ് കേബിൾ എടുത്ത് വെച്ച് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ റൗട്ടർ പഴയതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാന് 200 MB ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൗട്ടർ ചിലപ്പോൾ 100 MB/s വരെയുള്ള ഇന്റർനെറ്റ് സ്പീഡെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത്രയും ഡാറ്റ ട്രാൻസ്ഫർ നടത്താനുള്ള കപ്പാസിറ്റി ആ ഒരു റൗട്ടറിന് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഡുവൽ ബാൻഡ് റൗട്ടറുകളാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡുവൽ ബാൻഡ് റൗട്ടറാണ്. വളരെ മികച്ച ഔട്ട്പുട്ട് തരുന്ന ഒരു ഡിവൈസും കൂടിയാണിത്. അപ്പോൾ ഇത് വാങ്ങേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ആമസോണിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് റിവ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു റൗട്ടർ കൂടിയാണിത്. ഇതാണ് ഈ ഒരു റൗട്ടർ. TP-Linkന്റെ 1200 എന്ന് പറഞ്ഞൊരു റൗട്ടറാണ്. അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്ര ഐറ്റംസാണ്. 3 വർഷത്തെ വാറണ്ടിയാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ TP-Linkന്റെ ആ റൗട്ടറാണ് ഇത് കൂടാതെ തന്നെ ഒരു യൂസർ മാനുവലും ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡും അവർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു വാറണ്ടി കാർഡുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെയാണത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. ഇത് കൂടാതെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഈതർനെറ്റ് കേബിളാണ്. ഒരു എക്സ്ട്രാ ഈതർനെറ്റ് കേബിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പവർ അഡാപ്റ്ററും അതോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് പാക്കേജിലുള്ളത്. നമുക്കിനി റൗട്ടർ നോക്കാം. ഇതാണ് ഈ ഒരു റൗട്ടർ. ഇത് നമുക്ക് ദൂരിക്കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ബോഡിയാണ്, വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബോഡിയാണ്. മാത്രമല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, വലിയ ഭാരമൊന്നും ഇതിനില്ല. ഇത് കൂടാതെ ഇവിടെ 4-5 ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പവർ ബട്ടൻ്റെ ലൈറ്റ്, പിന്നെ സിഗ്നൽ സ്ട്രെങ്ത്, അതുപോലെ ഡിവൈസ് വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്, പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് ഈ 5 ലൈറ്റുകളാണ് ഇവിടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു 4 ആൻറ്റിന എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ മടക്കി വെക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ മനോഹരമായ രീതിയിൽ നമുക്ക് ഇത് വെക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു വാൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, പിന്നെ ഒരു പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ, പിന്നെ ഒരേ സമയം 4 ഡിവൈസുകളിൽ വരെ നമുക്ക് വയർഡായിട്ട് ഈതർനെറ്റ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു റീസെറ്റ് ബട്ടണും ഇവിടെ അറ്റത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 വർഷം വാറണ്ടിയാണ് ഈ ഒരു ഡിവൈസിനുള്ളത്. ഇത് മാക്സിമം 867 MB/s സ്പീഡ് ഇത് സപ്പോർട്ട് ചെയ്യും. അതായത് 867 MB/s ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. മാത്രമല്ല ഇത് WPA3 സെക്യൂരിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് സ്മാർട്ട് റോമിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റൗട്ടർ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഏതൊക്കെ ഡിവൈസുകളിലാണ് നമ്മുടെ റൗട്ടർ കണക്റ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും ഡിവൈസ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ പ്ലേ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൗട്ടറിൻ്റെ ഫംഗ്ഷനാലിറ്റി നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 1 GB അടുത്ത് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൗട്ടറാണ്. എന്തുകൊണ്ടും മികച്ച ഒരു റൗട്ടർ തന്നെയാണിത്. 3 വർഷം വാറണ്ടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ അതുകൂടാതെ ഒരു പാരൻ്റൽ കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ട്.
നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡിവൈസുകൾ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഏതൊക്കെ ഡിവൈസുകളിലാണ് നമ്മുടെ റൗട്ടർ കണക്റ്റ് ആയിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് റിസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ഈ ഒരു റൗട്ടർ എന്ത് വന്നാലും നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൗട്ടർ വാങ്ങാൻ ആഗ്രഹമുള്ളവർ താഴെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഈ ഒരു റൗട്ടർ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരിക്കൽ കാണാം. വീഡിയോ കണ്ടവർക്കും നന്ദി. ബൈ.